മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മത്തങ്ങ കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുറുകിയ ചാറുകൂടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, നമുക്ക് ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. ഈ മത്തങ്ങ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ കറി ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തങ്ങ കിട്ടിയാൽ വേസ്റ്റാക്കി കളയേയില്ല. അപ്പം ഈ കറി കൂട്ടി ചോറ് കഴിച്ചാലുണ്ടല്ലോ പാത്രം കാലിയാവുന്നതും അറിയില്ല, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളിയും എല്ലാം തൊലി കളഞ്ഞെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക്, പിന്നാണ്ട് ഒരു കിളർന്ന മത്തങ്ങയാണ്. അപ്പോൾ ഇത് മൊത്തം ഞാനും എടുക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴുകിയതാണ്. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. വളരെയേറെ പോഷക ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് നമ്മുടെ ഈ മത്തങ്ങ. ഇത് നമ്മളതിൻ്റെ ഗുണം അറിയാതെ പോകരുത്, ആയിരിക്കാം. അതിന് ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനും ഷുഗർ നിയന്ത്രിക്കാനും ഹൈപ്പർ ടെൻഷനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ല, പ്രത്യേകിച്ച് മഞ്ഞ നിറത്തിലുള്ള. അപ്പോൾ നാണ്ട് ഇതേ രീതിയിലെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചമുളക് നാണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വന്നിട്ട് നമ്മൾ ഒരു ചീനിച്ചട്ടി, ഇൻഡാലിയത്തിന് ചീനിച്ചട്ടി കേട്ടോ, അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. വാട്ടി ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വാട്ടി വേവിച്ചെടുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒറ്റയ്ക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നില്ല, കീറിയിട്ട് തുറന്നിട്ടും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മത്തങ്ങായി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മളിതേ രീതിയിലും കുടഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ കിടന്നൊന്ന് വാടി മൂത്ത് വേവും. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വാടി മൂത്ത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ലത്. ഇപ്പം ഇന്ത്യയിലേക്കിൻ്റെ ചട്ടിയാണ് നല്ലപോലെ ചൂടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കൂട്ടി ഇളക്കി നന്നായിട്ടും തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ എല്ലാം അടച്ച് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലേ. ഉള്ളി ഒന്നും ഉടഞ്ഞു പോയിട്ടില്ലെങ്കിൽ നല്ല വെന്ത് മൂത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചു 2 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ചേർത്ത് പിന്നെ 2-3 ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത്, ചെറിയ ഉള്ളിയൊക്കെ അതിന് ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണ് കേട്ടോ. ഇത് നമ്മൾ വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ച് 3-4 വറ്റൽമുളകും ഇട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂട്ടി ഇളക്കി മൂത്തതിന് ശേഷം നമ്മൾ ഇതിലാണ് പൊടിയിട്ട് മൂപ്പിച്ച് നമ്മൾ അപ്പോഴാണ് കറിയുടെ ടേസ്റ്റ്. ഇതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി, നമ്മൾ അത്രയേ ഉള്ളല്ലോ, അത് മതി കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടി. നമ്മൾ മല്ലിയൊക്കെ കൂടുതലായ മല്ലിയൊക്കെ ഇതിനകത്ത് കരിച്ച ആ ചുവ വരും, മല്ലിയുടെ ചുവ. ഇതിന് നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടി പുരട്ടി ആ മസാലകളെല്ലാം ഇതിനകത്തൊന്ന് വെള്ളം ആവശ്യത്തിനേ ഉള്ള വെള്ളമെല്ലാം പറ്റി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മസാലയ്ക്കകത്തിട്ട് നമ്മുടെ കഷ്ണമെല്ലാം ഒന്നുകൂടി ഇട്ടൊന്ന് കൂട്ടി പുരട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. അതങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഒന്നുകൂടെ ഇളക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെന്ത് കുറുകി പറ്റണമല്ലോ, അതനുസരിച്ച് നമുക്ക് പുളി നോക്കിയിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, ഇപ്പോൾ 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് എല്ലാം തിളയ്ക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കൂട്ടി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വരണം. വീണ്ടും കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർക്കുക, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇത്തിരി ഉപ്പിട്ടെന്ന് തോന്നും നമുക്ക്. അപ്പോൾ അടച്ചു വെച്ച് ഇത് കുറുകുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ തിളച്ച് നല്ല കുറുകി എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ചിറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മക്കളെ, നമ്മുടെ കറി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ കറി. മിക്ക കുട്ടികൾക്കും നമ്മുടെ ഈ മത്തങ്ങ അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത കൂടെ എനിക്കും പണ്ട് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഏത് രീതിയിൽ നമ്മളിത് വെച്ചാലും എനിക്ക് ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കറിയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആസ്വദിച്ച് നമുക്ക് ചോറ് കഴിക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഏത് രൂപത്തിൽ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പാചകം ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പം മക്കളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പഴയതുപോലെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.